നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ബലമേൽപ്പിക്കുകയാണ് എന്നാണ് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അക്രമികളുടെ മുഖം നോക്കി പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആയുധം എന്ന് പറയുന്നത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ, നിങ്ങളോടായി പറയുന്നത് ചെറുപ്പക്കാരികളെ, ധീരമായി ജാമിഅ മില്ലിയയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഈ കിരാതവന്മാരുടെ ഭരണത്തിനെതിരെ പോരാടിയ എല്ലാ സഹോദരിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതുപോലെയുള്ള എല്ലാ പ്രതിഷേധ സമരങ്ങളിലും വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ പുറത്തിറങ്ങി സമരം ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. പക്ഷേ സമരങ്ങൾ ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത്. ട്രെയിന് കത്തിച്ചിട്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത്. റെയിൽവേ സ്റ്റേഷൻ കത്തിച്ചുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത്. മറ്റുള്ള മതങ്ങളെ ആക്രമിച്ചുകൊണ്ടോ മറ്റുള്ള ജംഗമ സ്വത്തുക്കളെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കണ്ട. പൊതുമുതൽ അന്യായമായി നശിപ്പിക്കുന്ന ഒരു കാലം ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ആരാണ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് പൊതുമുതൽ നശിപ്പിക്കാൻ സമ്മതം കൊടുത്തത്? പൊതുമുതൽ നശിപ്പിക്കാൻ ആരാണ് പെർമിഷൻ കൊടുത്തത്? ഇദത്തുഖിദൽ ഫൈഉ ദിവലാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസാണിത്. ഇദത്തുഖിദൽ ഫൈഉ ദിവലാ, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ ഫന്തളിറൂ, നിങ്ങൾ കാത്തിരിക്കണം. ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ കാത്തിരുന്നോളൂ. വസൽസല, ഭൂകമ്പങ്ങളെ നിങ്ങൾ കാത്തിരുന്നോളൂ. വഖസ്ഫൻ വമസ്ഖൻ വഖദഫ, ആകാശലോകങ്ങളിൽ നിന്ന് ചരൽക്കല്ലുകൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്ന ശിക്ഷ, ജീവനോടെ നിങ്ങളെ കുഴിച്ചു മൂടുന്ന ശിക്ഷ, ജീവനോടെ ഭൂമി വിഴുങ്ങിക്കളയുന്ന ശിക്ഷ, നിങ്ങളുടെ കോലം തന്നെ മാറ്റി മൃഗങ്ങളാക്കി മരങ്ങളാക്കി മാറ്റുന്ന, കോലം തന്നെ മാറ്റിമറിക്കുന്ന ഭയാനകമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മണ്ണിൽ സമാധാനമായി എല്ലാ തോന്നിവാസങ്ങൾക്കെതിരെ, നീതി നിഷേധത്തിനെതിരെ ന്യായമായി നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രതിഷേധിക്കുന്നതിന് പകരം ഏതെങ്കിലും നിരപരാധികളായ ആളുകളെ, ബസ്സിലൂടെ യാത്ര ചെയ്യുന്നവരെ കല്ലെറിഞ്ഞുകൊണ്ട് തകർക്കുന്നത്, ബസ് പൊളിക്കുന്നത്, ഇവിടെയുള്ള ജംഗമ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഭൂഷണമല്ല. അത് എന്ത് സമരമായാലും എന്ത് പ്രതിഷേധമായാലും. ഇവിടെ ശബരിമലയ്ക്ക് അനുകൂലമായി ശബരിമലയുടെ ഒരു വിധി വന്നപ്പോ ഇവിടുത്തെ ചില ഫാസിസ്റ്റ് ശക്തികൾ നശിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങളെ നിങ്ങളാവാൻ പാടില്ല. ശബരിമലയ്ക്കെതിരെ, ശബരിമലയുടെ ചില തീരുമാനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ രാത്രിയും ഊണും ഉറക്കുമില്ലാതെ, രാത്രിയും പകലിലും ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ അഴിഞ്ഞാടി ഇവിടെ തോന്നിവാസങ്ങൾ കാണിച്ച് ബസ്സുകൾ കത്തിക്കാനും എത്രയോ വീടുകൾക്കെതിരെ കല്ലെറിയാനും നിരപരാധികളായ മുസ്ലിം സമുദായത്തിലെ ഉസ്താദുമാരെ, ചെറുപ്പക്കാരെ ആട്ടിയോടിക്കാനും വധിക്കാനും കുൽസിത ശ്രമം നടത്തിയപ്പോ അവരെ പോലെ ചമ്മാടി കൂട്ടങ്ങളായി മുസ്ലിം സമുദായം മാറാൻ പാടില്ല. ന്യായമായ രീതിയിൽ എങ്ങനെ എല്ലാ പ്രതിസന്ധികളെ നേരിടണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? എങ്ങാനും പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ ഇത് വ്യക്തിയുടെ സമ്പത്തല്ല, ഇത് രാജ്യത്തിന്റെ സമ്പത്താണ്. രാജ്യത്തിലുള്ള സർവ്വ പൗരന്മാരും ആയിരങ്ങളായി നൂറായി ടാക്സ് നൽകിക്കൊണ്ട് വാങ്ങുന്ന സർവ്വ സമ്പാദ്യങ്ങളെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പാദ്യങ്ങളെ, അൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹറാം, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഒരു മുസ്ലിമിന് മറ്റുള്ളവന്റെ എല്ലാം ഹറാമാണെന്നാ പറഞ്ഞത്. എന്തൊക്കെയാണ് ഹറാം? മറ്റൊരാളുടെ രക്തം ചിന്താൻ പാടില്ല, മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല, മറ്റൊരാൾ വാങ്ങിച്ചു കൂട്ടിയ ബസ്സുകളെ എങ്ങനെയാണ് നമ്മൾ കത്തിക്കരിക്കുക? ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുള്ള KSRTC ആയാലും, അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളായാലും, പൊതുമുതലായാലും പ്രൈവറ്റ് മുതലായാലും, അത് മറ്റുള്ളവരുടേത് നമ്മൾക്ക് നിഷിദ്ധമാണ്. നമ്മളുടേത് പോലും നശിപ്പിക്കാൻ പാടില്ല, പിന്നെയല്ലേ മറ്റൊരാളുടേത് നശിപ്പിക്കുന്നത്? അങ്ങനെ ഒരു കാലം നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു തആല വെറുതെ വിടൂല എന്നാ പറഞ്ഞത്. അല്ലാഹു തീക്കാറ്റുകൾ കൊണ്ട്, ഭൂകമ്പങ്ങൾ കൊണ്ട്, ശക്തമായ ഇടതടവില്ലാത്ത നിരന്തരമായ അപ്പൊ ഓരോന്നിനും ഒരു ശൈലിയുണ്ട്, ഓരോന്നിനും ഒരു രീതിയുണ്ട്. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക,
വഴിയിൽ പോകുന്ന ആളുകളൊക്കെ നമ്മൾ പിടിച്ചടിക്കുക, വഴിയിൽ പോകുന്ന വണ്ടികൾക്കൊക്കെ കല്ലെറിയ, ബസ്സുകൾക്ക് കല്ലെറിയ, ഇതൊക്കെ തോന്നിയസാണ്. ഇത് ചെയ്താൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല, മനുഷ്യന്മാരുടെ സഹായം ഉണ്ടാവില്ല. ഇത് ശത്രുക്കൾക്ക് വടി കൊടുക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ശത്രുക്കൾക്ക് വടി കൊടുക്കലാണ്. ഇപ്പൊ എത്രയോ നല്ലവരായ ഹിന്ദുക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ ബക്കറ്റ് വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിക്കുക. വലിയൊരു പദ്ധതിയാണ് നമ്മുടെ സംഘാടകർക്കുള്ളത്. ഒരു മദ്രസ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വലിയൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലൊക്കെ ആണെന്നറിയാം. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നറിയാം. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين وسارعوا إلى مغفرة من ربكم. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ നിങ്ങൾ ഉളരണമെന്നാണ് പറഞ്ഞത്. ഈ ബക്കറ്റ് കൊടുക്കുന്ന ആളൊക്കെ 1 മിനിറ്റ് ബക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നല്ലൊരു സംഖ്യ കയ്യിൽ പിടിക്കുക. ബക്കറ്റ് കൊടുക്കുക, തിരക്കാക്കണ്ട. എല്ലാവരും നല്ലൊരു സംഖ്യ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ എല്ലാവരും കൊടുക്കുക. ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്രയാവാം. അള്ളാഹ് പറയാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അള്ളാഹിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് വേണോ? ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരണോ? വേണ്ടേ? വേണ്ടേ? ആ, അതേപോലെ ജന്ന, സ്വർഗം വേണോ? സ്വർഗം വേണം. ആർക്കാ സ്വർഗം വേണ്ട? കൊടുക്കണ്ട. സ്വർഗം കിട്ടിയതിന് വേണമെന്ന് പറഞ്ഞ ശേഷം കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ കൊടുത്താൽ സ്വർഗം കിട്ടും. വജന്ന, സ്വർഗം വേണോ? എന്താ വേണ്ടാത്ത? വേണ്ടേ? ആ, വേണം. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? അർളുഹ സമാവാതു വൽ അർള്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിന് ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വീതിയുണ്ട് എന്നാണ്. അത് ഒരുക്കി വെച്ചത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു ആ സ്വർഗം ഒരുക്കി വെച്ചത്. ഏതാണ് ആ മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. നല്ല പൈസ ഉണ്ടാകുമ്പോഴും അവർ ചെലവഴിക്കും, സാമ്പത്തികമായി നല്ല ടൈറ്റ് ഉണ്ടാകുമ്പോഴും അവർ ചെലവഴിക്കും. അവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്. പൈസ ഉണ്ടാകുമ്പോൾ മാത്രം കൊടുക്കുക, പൈസ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാം പിടിച്ചു വെക്കുക. അത് മുത്തഖീങ്ങളുടെ അടയാളമല്ല എന്ന് അല്ലാഹ് പറയുന്നത്. അപ്പൊ പ്രളയവും സാമ്പത്തിക മാന്ദ്യവും നോട്ടു നിരോധനവും ഉരുൾപൊട്ടലും എല്ലാം നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെട്ട ആളുകളാണെങ്കിൽ ഈ ലൊറാഇന്റെ സമയമാണിത്, പ്രതിസന്ധിയുടെ സമയമാണിത്. ഈ സമയത്ത് പ്രതിസന്ധി മാറാൻ വേണ്ടി നിങ്ങളുടെ ബക്കറ്റിലേക്ക് നല്ല സംഖ്യ ഇട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നല്ല സംഖ്യ. അത് ചെറിയൊരു സംഖ്യ. പരിപാടിന്റെ ചെലവാണെങ്കിൽ നമ്മൾക്ക് ചെറിയ സംഖ്യ ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ പരിപാടിയുടെ ചെലവിലേക്കല്ല ഇത്. ഇതൊരു മദ്രസ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കേസാണ്. ആ മദ്രസൊക്കെ വളരെ എളുപ്പത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നിർമ്മിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 മണിയായി, ഇനി 1 മണിക്കൂർ, 10:30 മണി വരെ ഞാൻ പ്രസംഗിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പോവാ, വേഗം പോവാ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബി, കഴിവിന്റെ പരമാവധി എല്ലാവരും അങ്ങനെ ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ചെയ്യേണ്ടത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു പ്രതിഫലം തരാ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുക്കണം. ഇഷ്ടപ്പെടാത്തത് കൊടുത്താൽ കൂലി കിട്ടും, ഇഷ്ടപ്പെടാത്തത് കൊടുത്താൽ കൂലി കിട്ടും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഫലമൊന്നും അതിൽ നിന്ന് കിട്ടൂല. നിങ്ങളുടെ പ്രതിസന്ധി മാറൂല, നിങ്ങളുടെ രോഗങ്ങൾക്ക് അതുകൊണ്ട് ശിഫ കിട്ടൂല, നിങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മാന്യതയുടെ പ്രതീകമായി മാറാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എവിടെയും പ്രശ്നക്കാരായി മാറരുത്. നമ്മൾ പ്രശ്നക്കാരായി മാറരുത്. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ അകലുന്നവരാവരുത്. നമ്മൾ അകന്നവരെ അടുപ്പിക്കുന്നവരായി മാറണം. അകലാൻ ശ്രമിക്കരുത്. പരസ്പരം ബന്ധങ്ങളെ കീറിമുറിക്കുന്നവരായി നമ്മൾ മാറരുത്. കീറി മുറിഞ്ഞു മാറി നിൽക്കുന്നതിനെ പരസ്പരം തുന്നിച്ചേർക്കുന്നവരായി നമ്മൾ മാറണം. മനസ്സിലായോ? നമ്മുടെ പ്രത്യേകത അതാണ്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല. ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മുസ്ലിം. എല്ലാവരും അകറ്റി നിർത്തുക. ഞാൻ ചോദിക്കട്ടെ, ഭിന്നിപ്പില്ലാത്ത എത്ര മഹല്ലുകൾ നമ്മുടെ കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റും? ഒന്നുകിൽ സംഘടനാപരമായിട്ട് ഭിന്നിപ്പ്,
ഇനി സംഘടന ഒന്നാണ്, ഒന്നുകിൽ APK, അങ്ങനെ പ്രശ്നം. ഇനി APക്കാർക്ക് വേറെ മാലുണ്ട്, ഇക്കക്കാർക്ക് ഒരു മാല്, ഇക്കക്കാർ മാത്രമാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇക്കക്കാരായ സമസ്തക്കാരിൽ തന്നെ 2 വിഭാഗം. അവിടെയും ഭിന്നിപ്പ്. ആദ്യം ഭിന്നിപ്പ് APക്ക്, അങ്ങനെ ഭിന്നിപ്പ് എന്ന് പറയാം. ഇനി അവർ വേറെ പള്ളിയെടുത്തു, നമ്മൾ വേറെ പള്ളിയെടുത്തു. എന്നാൽ ഇതിനുള്ളിൽ വേറെ ഭിന്നിപ്പ്. അയാൾക്ക് അയാളെ കണ്ടുകൂടാ, ഇയാൾക്ക് ഇയാളെ കണ്ടുകൂടാ. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ഇഷ്ടംപോലെ കേരളത്തിൽ 40ഓളം പാർട്ടികൾ മുസ്ലിങ്ങളുടെ കീഴിൽ തന്നെ ഉണ്ട്. പാർട്ടികളിലും തന്നെ ഭിന്നിപ്പ്. പാർട്ടികളിലും ഭിന്നിപ്പ്. പാർട്ടികളുടെ ഭിന്നിപ്പ് വേറെ. മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, SDP ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ടീമുണ്ട്. അതൊരു ഭിന്നിപ്പ് വേറെ. അതിന് പുറമെ ഉള്ളിൽ വേറെ ഭിന്നിപ്പ്. ഉള്ളിൽ വേറെ ഭിന്നിപ്പ്. സംഘടന വേറെ വേറെ കുറെ ഉണ്ട്. പക്ഷെ ഉള്ള സംഘടനക്കുള്ളിൽ തന്നെ വേറെ ഭിന്നിപ്പ്. ഇങ്ങനെ ഭിന്നിച്ച് 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 ജീവിക്കാനുള്ള ഒരു പ്രേരണ എങ്ങനെ എവിടുന്ന് കിട്ടി, അതെങ്ങനെ ഉണ്ടായി എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ, സ്വന്തം പാർട്ടിക്കാരെ തന്നെ തോൽപ്പിക്കാൻ. പാർട്ടിയല്ല, എല്ലാവരും ഒരേ പാർട്ടിയാണ്, പക്ഷെ അയാൾ സ്ഥാനാർത്ഥിയായ തോൽപ്പിക്കും. അത് ഒരു പാർട്ടിക്കാരന് പറയാൻ പാടുണ്ടോ? പാർട്ടി അതാര് സ്ഥാനാർത്ഥിയായാലും പാർട്ടിയോട് പ്രതിബദ്ധതയുള്ളവൻ, പാർട്ടിയോട് കൂറുള്ളവൻ, പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളവൻ, അത് ആര് സ്ഥാനാർത്ഥിയായാലും വോട്ടിട്ട് ജയിപ്പിക്കലവന്റെ ബാധ്യതയാണ്. പാർട്ടിയുടെ ഉള്ളിൽ നിന്നിട്ട് തന്നെ പാർട്ടിക്കാരനെ തോൽപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇതിനൊക്കെ കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊരു ഹദീസ് പറഞ്ഞു തരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നൊരു ഹദീസുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. നബി തങ്ങൾ പറയാണ്, 5 കാര്യങ്ങൾ നിങ്ങളിൽ വന്നാൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ആ 5 കാര്യങ്ങൾ വന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നൽകുമെന്നാ പറഞ്ഞത്. 5 ഖിസാലിൻ ഇദ ബുതുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ആ 5 പരീക്ഷണങ്ങൾ? ഒന്നാമത്തേത് നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും ചെവി തുറന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിമുൽ ലദീന മലൗ. ഒന്ന്. രണ്ടാമത്തേത് വലം യൻഖുസുൽ മിക്യാല വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഊന വജൗരിസ് സുൽത്താനി അലൈഹിം. മൂന്നാമത്തേത് വലം യംനഉ സകാത അംവാലിഹിം വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ. നാലാമത്തേത് വലം യൻഖുലു അഹദല്ലാഹി വഅഹദ റസൂലിഹി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം ഫഅഖദു ബഅദ മാ ഫീ ഐദീഹിം. അഞ്ചാമത്തേത് വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹ് വയതഖയ്യറു മിമ്മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലഹുല്ലാഹു ബഅസഹും ബൈനഹും. ഈ 5 കാര്യം കേട്ടിട്ട് ഇനി പോയാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും. 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഓ മുസ്ലിമീങ്ങളെ, ഓ മനുഷ്യരെ, 5 ഖിസാലിൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതിലൊന്നാമത്തേത് ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, എന്റെ സമുദായത്തിൽ തിന്മകൾ വ്യാപകമായാൽ, എന്റെ സമുദായത്തിൽ പരീക്ഷണങ്ങൾ, എന്റെ സമുദായത്തിൽ തെറ്റുകൾ വ്യാപകമായി പരസ്യമാക്കാൻ തുടങ്ങിയാൽ, തെറ്റുകൾ പരസ്യമായിട്ട് ചെയ്യാം.
ഒന്നുകിൽ പരസ്യമായി തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നത്. തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വ കരിഹത അൻ യത്ലി അലൈഹി الناس. തെറ്റിന്റെ ഡെഫിനിഷൻ അതാണ്. മനസ്സിലായോ? തെറ്റിന്റെ ഡെഫിനിഷൻ എന്താ? തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായോ? അൽ ഇസ്മു, തെറ്റ് എന്ന് പറഞ്ഞാൽ മാ ഹാക ഫീ സദ്രിക, ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. ഹൃദയം ചൊറിയുന്നല്ല ഇതിന്റെ അർത്ഥം, ഒരു അസ്വസ്ഥത ഉണ്ടാവും ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഒരു അസ്വസ്ഥത ഉണ്ടാവും. തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. സ്വന്തം വീട്ടിൽ നിന്ന് തെങ്ങിൽ കയറി ഇളനീര് കുടിക്കുന്നതും മറ്റൊരാളുടെ പറമ്പിൽ പോയി ഇളനീര് കുടിക്കുന്നതും രണ്ടും ഇളനീരാണ്, രണ്ടും ഒരുപോലെയാണ്. പക്ഷെ കുടിക്കുന്ന ആളിൽ ഒരാൾക്ക് ചൊറിച്ചിലുണ്ടാവും, മറ്റൊരാൾക്ക് ചൊറിച്ചിലുണ്ടാവില്ല. അഥവാ ഇളനീര് കുടിച്ചതിന് ശേഷം ഇങ്ങനെ ചൊറിയുന്നല്ല, കുടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. മനസ്സിലായോ? അത് മാത്രമല്ല, ജനങ്ങൾ കാണുമോ എന്ന ഒരു പേടി നിനക്കുണ്ടാവും. നിന്റെ പറമ്പിൽ നിന്ന് തെങ്ങിൽ കയറുമ്പോ പടച്ചോനെ നാട്ടുകാർ കാണോ എന്ന പേടി നിനക്കുണ്ടാവും? ഇല്ല. എന്നാൽ അപ്പുറത്തുള്ള ഒരാളുടെ പറമ്പിൽ നിന്ന് ഇളനീര് പിടിക്കുമ്പോ പടച്ചോനെ ആരെങ്കിലും കാണോ എന്ന് പേടി ഉണ്ടാവും. എങ്കിലത് തെറ്റാണ്. ഇതാണ് തെറ്റിന്റെ ഡെഫിനിഷൻ. അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വ കരിഹത അൻ യത്ലി അലൈഹി الناس. ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടികളൊക്കെ പലപ്പോഴും ചോദിക്കും കോളേജുകളിലൊക്കെ, എന്താ ഇപ്പൊ ഒരു ആണും ഒരു പെണ്ണും മിണ്ടിയാല്, അല്ലെങ്കിൽ ആണും പെണ്ണും ഇപ്പൊ ചാറ്റ് ചെയ്താൽ എന്തേന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ ചോദിക്കുന്ന പെൺകുട്ടികൾ പരസ്യമായി മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ചാറ്റ് ചെയ്യൂല. റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് ചാറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ കാണുന്നതിനെ അവൾ ഭയന്നു എന്നതാണ്. തെറ്റായത് കൊണ്ടല്ലേ അവൾ അങ്ങോട്ട് പോയത്. അവളുടെ ചങ്ങാതിയോട് ചാറ്റ് ചെയ്യുമ്പോൾ, അവളുടെ ഗേൾ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഉമ്മാന്റെ ഉപ്പാന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂലല്ലോ. അത് തെറ്റാണ്. അപ്പൊ അത് കൈ കൊണ്ടിങ്ങനെ അങ്കലല്ലേ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യലല്ലേ, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട, അത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകൾ എന്തായാലും, ഇപ്പൊ സ്കൂളിൽ പോയി ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് തോന്നിവാസം, ചിലപ്പോൾ അപരിചിതന്മാരുടെ മുമ്പിൽ വെച്ച് എന്ത് തോന്നിവാസം കാണിക്കും. അതെന്തേ? കാരണം ഇന്ന് കണ്ടവരെ നാളെ കാണൂല എന്നുള്ള ബോധമാണ്. മനസ്സിലായോ? ആരും അറിയാത്ത ആളുകൾക്കിടയിൽ വെച്ച് എന്തു തോന്നിവാസവും ചെയ്യും. കാരണം എന്തേ? എന്നെ ആരും അറിയില്ല, ഈ കൂട്ടത്തിൽ ആരെന്നെ തിരിയുന്നവരല്ല, എന്നെ അറിയുന്നവരല്ല. ഞാൻ എന്ത് കാണിച്ചാലും അതവർ കണ്ടിട്ട് എനിക്ക് വീട്ടിൽ പോയാൽ പിന്നെ ഞാൻ ചെയ്തു, ആര് എന്ത് എന്ന് ആർക്കും അറിയില്ല. നേരെ മറിച്ച് ദൂരെ പോയി ചെയ്യാൻ നമ്മൾ ധൈര്യപ്പെടുന്ന ചില കാര്യങ്ങൾ സ്വന്തം നാട്ടിൽ വെച്ച് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്തേ? നാട്ടുകാരെല്ലാം അറിയുന്ന ആളാണ്, അവരറിയുമ്പോൾ മോശമാണ്. അപ്പൊ ഇതാണ് തെറ്റെന്ന് പറയുന്നത്. അത് ഈ ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നത് നിനക്ക് ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ, അതേ ഒരു കാര്യം നിന്റെ നാട്ടിൽ വന്നിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് നീ ശരിയാണോ, അത് നിനക്ക് സാധിക്കുമോ നോക്കുക. സാധിക്കില്ലെങ്കിൽ തെറ്റാണ്. അപ്പൊ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥതയും ഒരു പേടിയുണ്ടാവും. എന്നാൽ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഒന്നുകിൽ പരസ്യമായിട്ട് തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്ത തെറ്റിനെ പരസ്യമാക്കുക. രണ്ടും അപകടമാണ്. ചെയ്ത തെറ്റുകളെ പരസ്യമാക്കുന്നതും പരസ്യമായി തെറ്റ് ചെയ്യുന്നതും അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. എന്റെ സമുദായത്തിൽ ഫിത്നകളും തെറ്റുകളും വ്യഭിചാരങ്ങളും പരസ്യമായാൽ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൾ കൊണ്ടും വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാലുകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്, ചെവി കൊണ്ട് വ്യഭിചാരമുണ്ട്, നാവ് കൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ട് വ്യഭിചാരമുണ്ട്. ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ, തോന്നിവാസങ്ങൾ, അരുതായ്മകൾ നമ്മുടെ നാട്ടിൽ തെറ്റുകൾ വർദ്ധിക്കുകയും എന്നിട്ട് അവരതിനെ പരസ്യമാക്കിയാൽ, ആരും കാണാതെ ചെയ്ത തെറ്റിന് മറ്റൊരാളോട് പറയാൻ തുടങ്ങിയാൽ, ചെയ്യുന്ന തെറ്റ് ചിലപ്പോൾ രഹസ്യമായിട്ടായിരിക്കും, ആരും കാണാതെ തെറ്റ് ചെയ്യും. കാരണം തെറ്റ് ചെയ്യുമ്പോൾ പിടിച്ചാൽ കുഴപ്പമില്ലേ. ചെയ്തതിന് ശേഷം അഭിമാനത്തോടുകൂടി മറ്റുള്ളവരോട് പോയിട്ട് പറയും. മനസ്സിലായോ? ഇപ്പൊ കള്ളു കുടിക്കുമ്പോ ചിലപ്പോൾ ഒളിച്ചു നിട്ട് മറിഞ്ഞു നിട്ട് നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് എവിടെങ്കിലും ടൂർ പോകുമ്പോട്ട് കുടിക്കുക. കുടിച്ചിട്ട് വന്നതിന് ശേഷം അങ്ങനെ ഞാൻ കുടിച്ചിട്ടുണ്ട്,
ഞാൻ കഞ്ചാവ് അടിച്ചിട്ടോ. പെണ്ണ് പിടിക്കാൻ പോകുന്നവരങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോൾ ആരോടും പറയില്ല, രഹസ്യമായിട്ടാ ചെയ്യാം. മതിൽ ചാടി കിടക്കുന്നവർ, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ആരോടും പറയില്ല. ചെയ്യുമ്പോ പിടിച്ചാ പേടിയാണ്. എന്നാൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചങ്ങാതിമാരോടൊക്കെ പറഞ്ഞു നടക്കാം, ഞാൻ ഇന്നാലെന്ന വീട്ടിൽ പോയി, ഞാൻ ഇന്നാലെന്ന സ്ഥലത്ത് പോയി, ഞാൻ ഇന്നാലെന്ന ആളുമായിട്ട് എനിക്ക് ബന്ധമാണ്, ഇങ്ങനെ പറഞ്ഞു നടക്കാം. പരസ്യമായി തെറ്റ് ചെയ്യുന്നതും ചെയ്തതിന് ശേഷം പരസ്യമാക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടായാൽ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ والأوجاع التي لم تكن في أسلافهم الذين مضوا من قبل. മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തിനും മുമ്പ് കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലും ഞാൻ നൽകാത്ത രോഗങ്ങൾ, മുമ്പ് കഴിഞ്ഞുപോയ ഒരാളും അനുഭവിക്കാത്ത രോഗങ്ങൾ നൽകി, ചികിത്സയില്ലാത്ത, മരുന്നില്ലാത്ത, രോഗത്തിന്റെ പേരെന്താണെന്ന് പോലും അറിയാത്ത രോഗങ്ങൾ നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, കുട്ടി കിടന്ന കിടപ്പിലാണ്. മരുന്നെന്താണെന്ന് പറഞ്ഞാൽ ആ മരുന്ന് കൊടുത്തിട്ട് കുട്ടിയെ ചികിത്സിക്കാമായിരുന്നു. പക്ഷെ എന്താണ് മരുന്നെന്നറിയില്ല, എന്താണ് രോഗമെന്നറിയുന്നില്ല. കുട്ടി സംസാരിക്കുന്നില്ല, തല ഉറക്കുന്നില്ല, ഇരിക്കുന്നില്ല, കിടന്ന കിടപ്പിലാണ്. 5 വയസ്സായി ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവേ, അർഹമർ റഹീമായ അല്ലാഹുവേ, നീ അത്ഭുതകരമായ ശിഫ നൽകണേ അല്ലാഹ്. ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ദുആ ചെയ്യാൻ പറയുന്നത്. അഥവാ ദുആയിലൂടെ മാറിയാലായി മരുന്നിലൂടെ മാറൂല, അവർക്ക് പ്രതീക്ഷ അതാണ്. അല്ലാഹുവേ, ഇതുപോലെയുള്ള ആയിരങ്ങളുടെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ആ കുട്ടിയുടെ പ്രയാസം അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അതേപോലെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, തന്റെ മകളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയാണ്, ബ്ലീഡിംഗ് ഉണ്ടാവാണ്. കുട്ടിക്ക് പ്രായം 5 പോലും തികഞ്ഞിട്ടില്ല. ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. കാണിക്കാത്ത, പരിശോധിക്കാത്ത ഡോക്ടർമാരില്ല, കൊടുക്കാത്ത മരുന്നില്ല. ഇനി എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കോടികൾ ഉണ്ടായാലും അത് കൊടുക്കാമായിരുന്നു. പക്ഷെ എന്ത് കൊടുക്കണമെന്ന് ഡോക്ടർമാർക്ക് അറിയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ദുആ അല്ലാതെ മരുന്നില്ല. അല്ലാഹുവേ, ആ കുട്ടിക്കും നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. മറ്റൊരു കുട്ടിയുടെ രോഗം, കൈയൊന്ന് പൊക്കിയാൽ കൈയിന്റെ സന്ധികൾ ഇങ്ങനെ പൊട്ടുക, എല്ലുകൾ പൊട്ടുക, ഇങ്ങനെ എല്ലുകൾ പൊട്ടുക. ഒന്ന് കൈ അനക്കിയാൽ ടക് ടക് എന്ന ശബ്ദം, അഥവാ എല്ലിങ്ങനെ പൊട്ടുക. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ എന്താണ് രോഗം എന്ന് തിരിച്ചറിയാത്ത ഒരുപാട് രോഗികളുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിലോ, നിങ്ങളുടെ അറിവിലോ, നിങ്ങളുടെ മക്കളിലൊക്കെ ഇങ്ങനെ നിരന്തരമായ പേരറിയാത്ത, മരുന്നില്ലാത്ത, മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലും അല്ലാഹു പരീക്ഷിച്ചിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അത് നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ വരാതിരിക്കാൻ, അല്ലെങ്കിൽ വന്ന മക്കൾക്ക് അത് ശിഫപ്പെടാൻ ഒരൊറ്റ ഒരു പരിഹാരമുള്ളൂ. നല്ല ഒരു സ്വതക്ക മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ അല്ലാഹുവേ ഇത്തരം മാറാ രോഗങ്ങൾ നീ നൽകല്ല റബ്ബേ. അല്ലാഹുവേ, ഇത്തരം അസുഖങ്ങൾ പിടിപ്പെട്ട എല്ലാ ആളുകൾക്കും നീ പൂർണ്ണമായ ശിഫാഇനെ നൽകണേ അല്ലാഹ്. ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പൊ രോഗം ഒരു പക്ഷെ നമ്മൾക്കൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ഭാര്യക്കോ കുടുംബത്തിലോ മക്കൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്ന മക്കളിലോ ഇതുപോലൊരു അസുഖം അല്ലാഹുവേ മരണം വരെ എനിക്ക് തരല്ലേ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ, നല്ല ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വതക്ക, ഇഷ്ടപ്പെട്ടതാവണം, മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ, അത് സ്വർണമായാലും സംഖ്യയായാലും അല്ലാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, അർഹമുർ റഹീമായ അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിലും, ഞാൻ പിരിവിന് വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ലേ, എന്നിട്ട് പിരിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, അവരോട് നമുക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ രക്ഷപ്പെടണമെന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ദുആ ചെയ്യാം. എല്ലാ സദസ്സുകളിലും വെച്ച് ദുആ ചെയ്യും. അല്ലാഹുവേ, മാറാ രോഗങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാഹ്. അതേപോലെ വരുന്ന വഴിയിൽ 2-3 ആളുകൾ മക്കളില്ല എന്ന് പറഞ്ഞ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ അവരോടും പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യണം. എന്നിട്ട് ആ സ്വതക്ക മുന്നിൽ വെച്ച് നമ്മൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു നിങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരാതിരിക്കില്ല. അള്ളാഹുവേ, അത്തരം ആളുകൾക്കും നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ലേ അല്ലാ. അതേപോലെ ഒന്നാമത്തെ കാര്യം അതാണ്, തിന്മകൾ പരസ്യമാക്കിയാൽ, തിന്മകളെ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയാൽ, തിന്മകളെ നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ, തെറ്റുകളെ ലാഘവത്തോടെ കാണാൻ തുടങ്ങിയാൽ, എന്താണ് പേര് പോലും അറിയാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പോലും പറയാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. മുഅ്മിനീങ്ങളെ, രോഗം വരുന്നത് ഒരു പക്ഷേ തെറ്റ് ചെയ്തവർക്കാവൂല, തെറ്റ് ചെയ്തവർക്കാവൂല രോഗം വരുന്നത്. രോഗം വരുന്നത് ഏതെങ്കിലും നിരപരാധികളായ ആളുകൾക്കായിരിക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ അള്ളാഹു പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ നാടും നമ്മുടെ സമുദായവും നമ്മുടെ കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഒന്നാമതായി തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യാതെ ശ്രമിക്കുക. ഇനി തെറ്റു ചെയ്താൽ അതിനെ പരസ്യമാക്കാതിരിക്കുക. പ്രത്യേകിച്ച് പരസ്യമായൊരു തെറ്റും ചെയ്യാതിരിക്കുക. രഹസ്യമായി നീ ഒരു തെറ്റ് ചെയ്താൽ അത് നീയും നിന്റെ റബ്ബുമുള്ള ഇടപാടാണ്. ഏത് സമയത്തും അല്ലാഹു പുറത്തു തന്നേക്കാം. എന്നാൽ തെറ്റുകൾ പരസ്യമാക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാകും. ദുആ ചെയ്യാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് എന്ന്. ഞാൻ അവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ, എന്റെ അസുഖത്തിന് നീ പൂർണ്ണമായ ശമനം നൽകണേ അല്ലാ. കാരണം നബി തങ്ങൾ പറഞ്ഞത്, ദാവൂ മർളാക്കും ബിസ്സദഖ, സദഖ നൽകി നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. സദഖ നൽകി ക്യാൻസർ ശിഫയായ ഒരാൾ എനിക്കറിയാം. പെരിന്തൽമണ്ണയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡിലുള്ള ഒരു രക്ഷിതാവ്, ഡോക്ടർമാര് 4th സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കി രോഗം ശിഫയാവൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാൾ ഇതുപോലെയുള്ള വാദകളിൽ 6666 രൂപ കബീർ ഉസ്താൻ പറയാതെ, അത് കബീർ ഉസ്താന്റെ ഒക്കെ വാദിന്റെ സദസ്സിൽ 6666 രൂപയ്ക്ക് കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ഇന്ന് നല്ല ആഫിയത്തോടെ ജീവിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ആഫിയത്ത് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ. അപ്പൊ എനിക്ക് ശിഫ ലഭിച്ചത് ഇതുപോലെയുള്ള വഅദിന്റെ സദസ്സിൽ ഞാൻ നല്ല ഒരു സംഖ്യ അല്ലാഹുവിന്റെ ദീനിനെ സമർപ്പിച്ചത് കൊണ്ടാണെന്ന് എന്നോട് ഡയറക്റ്റ് പറഞ്ഞതാണ് ആ ചെറുപ്പക്കാരൻ. അപ്പൊ ഈ സദസ്സിലുള്ള ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ശിഫ ലഭിക്കാൻ വേണ്ടി, മക്കളില്ലാത്തവർ മക്കൾ ലഭിക്കാൻ വേണ്ടി, ഇനി ആരോഗ്യമുണ്ട്, പ്രയാസങ്ങളില്ല, പ്രാരാബ്ദങ്ങളില്ല, ഇനി വരാനിരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ആഫിയത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ദീർഘായുസ് ലഭിക്കാനും വേണ്ടി നല്ല ഒരു ഇഷ്ടപ്പെട്ട സംഖ്യ അല്ലാഹുവിന്റെ മദ്രസയിലേക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ. അല്ലാഹു തആല പറയുകയാണ്, ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഊന വജൗരിസ് സുൽത്താനി അലൈഹിം. 5 കാര്യമാ പറയാൻ പോകുന്നത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തിന്മകൾ പരസ്യമാക്കിയാൽ, തെറ്റുകളെ ലാഘവത്തോടെ കണ്ടാൽ, ഒരു പെണ്ണ് ഔറത്ത് വെളിവാക്കി നടക്കുകയാണ്, അത് ഫാഷന്റെ പേരിൽ മുട്ടുവരെ പാന്റും ധരിച്ചൊരു പെണ്ണ് നടക്കുകയാണ്, നെരിയാണിക്ക് മുകളിൽ പാന്റ് ധരിച്ചൊരു പെണ്ണ് നടക്കുകയാണ്. കാരണം എന്തേ? മോഡലാണത്, ഫാഷനാണ്. അഥവാ ഔറത്ത് വെളിവാകുന്നതിനെ ലാഘവത്തോടെ ഒരു പെണ്ണ് കാണാൻ തുടങ്ങിയാൽ, തന്റെ ഔറത്ത് വെളിവാകുന്നത് നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ, മോഡലും ഫാഷനുമാണെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കും, എനിക്ക് ദീൻ വിഷയമല്ല. ഔറത്ത് കാണുമ്പോൾ, ഔറത്ത് പ്രകടമാകുമ്പോൾ നാണം തോന്നുന്നതിന് പകരം അതൊരു അഭിമാനമായി തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹു തആല മാരകമായ പേരില്ലാത്ത രോഗങ്ങൾ നൽകി പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്.
അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തേത്, നിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചില്ലെങ്കിൽ, യഥാർത്ഥ മുസ്ലിമായി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്നാ പറഞ്ഞത്. സാമ്പത്തികമായ പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാകും, വല്ലാത്ത ക്ഷാമമുണ്ടാകും. വെള്ളമില്ലെങ്കിൽ ഇല്ലേ ഇല്ല, വെള്ളമുണ്ടെങ്കിൽ വെള്ളം തന്നെ, അതൊന്ന് പോവാൻ വേണ്ടി ദുആ ചെയ്യുക. വെള്ളമില്ലെങ്കിൽ വെള്ളം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. സാമ്പത്തികമായ മാന്ദ്യം ഉണ്ടാവുക, ഭക്ഷണത്തിലും പച്ചക്കറികളിലും ക്ഷാമമുണ്ടാവുക, ഉള്ളിക്ക് 100 കടന്ന് 200ലേക്ക് എത്തുക. ഇങ്ങനെ എല്ലാ മേഖലയിലും സാമ്പത്തികമായ മാന്ദ്യവും വലിയ ക്ഷാമവും നിങ്ങൾക്കുണ്ടാകും എപ്പോൾ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചില്ലെങ്കിൽ. അത് മാത്രമാണോ രണ്ടാമത്തത് പറഞ്ഞത്? വശിദ്ദത്തിൽ മൂന, ചെലവ് വർദ്ധിക്കുക, ചെലവ് വർദ്ധിക്കുക, ഉള്ളിക്ക് 200 ആവുക. സ്വർണത്തിന് 6000-ൽ നിന്ന് 30,000-ലേക്ക് സ്വർണം കുതിക്കുക, 6000-ൽ നിന്ന് 30,000-ലേക്ക് സ്വർണം കുതിക്കുക. പെട്രോളും ഡീസലും 30-ൽ നിന്ന് 100-ലേക്ക് എത്തുക. വശിദ്ദത്തിൽ മൂന, ചെലവ് വല്ലാതെ വർദ്ധിക്കും. എത്ര വരുമാനമുണ്ടായാലും ചെലവിന് തികയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകും നിങ്ങളൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചില്ല. മൂന്നാമതായി പറഞ്ഞത്, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും മോദി നിങ്ങളുടെ പ്രധാനമന്ത്രിയായി മാറുമെന്നാണ്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആയില്ലെങ്കിൽ അമിത്ഷാ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയാവും. അങ്ങനെ തന്നെ അധികാരികൾ നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. ഭരണാധികാരികൾ പൗരന്മാർക്ക് നീതി ചെയ്യേണ്ടതിന് പകരം അനീതിയോടുകൂടി പൗരന്മാരോട് പെരുമാറുന്ന ധിക്കാരികളായ, അഹങ്കാരികളായ, വിഭാഗീയതയുടെ വർഗീയതയുടെ വിത്തുപാകുന്ന ഭരണാധികാരികൾ നിങ്ങളെ ഭരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും. രണ്ടാമത്തേത്, ചെലവ് തികയാതെ വലിയ ചെലവ്, ഭാരിച്ച ചെലവുണ്ടാകും, എല്ലാ വസ്തുക്കൾക്കും വിലക്കയറ്റം ഉണ്ടാകും. മൂന്നാമത്തേത്, വലിയ ക്ഷാമമുണ്ടാകും, സാമ്പത്തിക മാന്ദ്യമുണ്ടാകും. എപ്പോഴാണിത്? നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ കൃത്രിമം കാണിക്കാൻ തുടങ്ങിയാൽ, ബിസിനസ് നടത്തുമ്പോൾ കൃത്രിമം കാണിക്കാൻ തുടങ്ങിയാൽ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാന്യത വിടാൻ തുടങ്ങിയാൽ, പൈസ കിട്ടിയാൽ മതി, അത് ഹലാലാണോ ഹറാമാണോ എന്ന് ആലോചിക്കാതെ, ഹറാമായാലെന്ത് ഹലാലായാലെന്ത്, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ചിന്ത. നല്ല ക്യാഷ് വാങ്ങുക, എന്നിട്ട് നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപഭോക്താക്കൾക്ക് നൽകുക. 5000 വാങ്ങിയിട്ട് 1000-ന്റെ വസ്തുക്കൾ, ചുരിദാറായാലും വസ്ത്രമായാലും ചെരുപ്പായാലും ഉപഭോക്താക്കൾക്ക് നൽകുക. ഹോട്ടലിൽ നിന്ന് GST-യും SGST-യും അതേപോലെ പ്രളയ സെസ്സും എന്ന പേരിൽ എത്രയോ ടാക്സ് വാങ്ങിച്ചിട്ട് 2000-ഉം 3000-ഉം ഒക്കെ ഹോട്ടൽ ബില്ലുകളാണ്. ആകെ കഴിച്ചത് തൂക്കത്തിലും അളവിലും കൃത്രിമത്വം കാണിക്കുക. മത്സ്യം വിൽക്കുന്നവര് എത്രയോ മാസങ്ങൾക്ക് മുമ്പുള്ള മത്സ്യങ്ങളെ ഫ്രഷ് മത്സ്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. തൂക്കി വിൽക്കുന്ന അരി പോലെയുള്ള സ്റ്റേഷനറി വസ്തുക്കളും അനാദി വസ്തുക്കളുമെല്ലാം തൂക്കത്തിലും അളവിലും കൃത്രിമത്വം കാണിക്കുക. ഇങ്ങനെ കച്ചവടത്തിൽ സൂക്ഷ്മത പാലിക്കാതെ, ഹലാലാണോ ഹറാമാണോ എന്ന് പോലും ആലോചിക്കാതെ സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അല്ലാഹു തആല 3 പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത്. അഥവാ ഉണ്ടാക്കുന്ന ക്യാഷ് ഹലാലാണോ ഹറാമാണോ എന്ന് ആലോചിക്കാതെ പൈസ കിട്ടിയാ മതി, പൈസ കിട്ടിയാ മതി, വേറൊരു ചിന്തയില്ല, എനിക്ക് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയല്ലാതെ അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന് പോലും ആലോചിക്കാതെ സമ്പത്തുണ്ടാക്കാനുള്ള വ്യഗ്രത നിങ്ങളിൽ ഉണ്ടായാൽ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ശക്തമായ ക്ഷാമം നിങ്ങൾക്കുണ്ടാകുമെന്നാണ്, വിലക്കയറ്റം ഉണ്ടാകുമെന്നാണ്, അതേപോലെ അധികാരികൾ നിങ്ങൾ ആക്രമിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാവാൻ കാരണം എന്താണ്?
ഇതന്നെ നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലും ഇടപാടിലും സൂക്ഷ്മതയില്ല. മുസ്ലിം കച്ചവടക്കാർ മാന്യത കാണിക്കണം. മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ സംസ്കാരമുള്ളവരാവണം. കച്ചവടത്തിൽ ചീറ്റ് ചെയ്യാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, മറ്റൊരാളെ പറ്റിച്ചിട്ടൊരു നയാ പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കും. പ്രത്യേകിച്ച് പൊതുമുതലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, കോൺട്രാക്ടർമാർ, റോഡായാലും ബിൽഡിംഗ് ആയാലും കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ, ക്യാഷ് നോട്ടുകെട്ടുകൾ വാങ്ങിച്ചിട്ട് അത് കൃത്യമായി ഗുണനിലവാരമില്ലാത്ത റോഡുകൾ നിർമ്മിക്കുന്നത്, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്, പാലം നിർമ്മിക്കുന്നത്, പാലാരിവട്ടമായാലും ഇനി വേറെ ഏത് പാലമായാലും പൊതുമുതൽ പോക്കറ്റ് വീർപ്പിക്കാൻ ഉപയോഗിച്ച് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ പൗരന്മാർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന, അതേപോലെ തൂക്കത്തിലും അളവിലും നിങ്ങൾ വ്യക്തമായ ചതി കാണിക്കുന്ന രീതിയിലേക്ക് അഥവാ സമ്പാദിക്കുന്നത് ഹലാലായാലും ഹറാമായാലും കുഴപ്പമില്ല, എനിക്ക് പൈസ മതി എന്ന ചിന്താഗതി ഒരു മുസ്ലിമിനെ, ഒരു സമുദായത്തിനുണ്ടായാൽ ആ സമുദായത്തിലേക്ക് അവരുടെ ഭരണാധികാരികളെ അക്രമകാരികളാക്കി ഞാൻ മാറ്റുമെന്ന് അല്ലാഹു നബി തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഒരു കാലം വരാനുണ്ട്. അവൻ ഉണ്ടാക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാതെ പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയുള്ള ഒരു കാലം ലോകാവസാനം വരുമ്പോൾ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമതായി നബി തങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ശ്രദ്ധിക്കണേ. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ. ഞാൻ നിർത്താൻ പോവാണ്. ഇനി നിങ്ങൾ എണീക്കണ്ട. ഇത്ര നേരം എണീറ്റാ കുഴപ്പമില്ല. ഇനി എണീക്കണ്ട. ഇനി ദുആ ചെയ്തിട്ട് പിരിയാൻ പോവാണ്. വലം യംനഉ സകാത അംവാലിഹിം, സമ്പത്ത് കൃത്യമായി കണക്കെടുപ്പ് നടത്തി സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ പിശുക്ക് കാണിച്ചാൽ ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ, ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു തആല വെള്ളത്തെ തടയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് പറയുകയാണ് വലൗലൽ ബഹായിം, നിങ്ങൾക്ക് മഴ കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഇഖ്ലാസ് കാരണത്താലല്ല. നിങ്ങൾക്ക് മഴ കിട്ടാനുള്ള കാരണം ലം യുംതറു, നിങ്ങളുടെ നാട്ടിൽ നിഷ്കളങ്കരായ കന്നുകാലികൾ ഉള്ളത് കൊണ്ടാണ്, മൃഗങ്ങളുള്ളത് കൊണ്ടാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ മഴയെ ഇറക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇബാദത്ത് കണ്ടിട്ടോ നിങ്ങളുടെ അമല് കണ്ടിട്ടോ അല്ല. നിങ്ങൾക്ക് വെള്ളം തരാതെ ഞാൻ പരീക്ഷിച്ചാൽ എന്റെ പാവപ്പെട്ട മൃഗങ്ങൾ നശിക്കുമല്ലോ. അതുകൊണ്ട് ആ മൃഗങ്ങളെ ജീവിപ്പിക്കാനാണ് ഞാൻ മഴ തരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സക്കാത്ത് കൃത്യമായി കൊടുക്കാതിരുന്നാൽ അല്ലാഹു മഴയെ തടയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം പറഞ്ഞു വലം യൻഖുലു അഹദല്ലാഹി വഅഹദ റസൂലി, മുസ്ലിമീങ്ങളായ ആളുകൾ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ ഇല്ലാ, കേട്ടോ, ചെവി തുറന്ന് കേട്ടോളൂ സഹോദരി സഹോദരാ, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ ചെവി തുറന്ന് കേട്ടോളൂ. നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലുമാണെങ്കിൽ ഈ മഹത്തായ നാലാമത്തെ വിഷയത്തിലേക്ക് കാതും കണ്ണും കൂർപ്പിച്ച് കേൾക്കണം. എന്താണ് ഈ പറയുന്നത് എന്ന്? വലം യൻഖുലു അഹദല്ലാഹി വഅഹദ റസൂലി, ഖുർആനും ഹദീസിലൂടെയും ജീവിക്കാതെ തോന്നിവാസത്തോടുകൂടി താന്തോന്നികളായി മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളുടെ ശത്രുക്കളെ അധികാരമേൽപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ജീവിതത്തിൽ എവിടെയോ പാളിച്ചു വന്നിട്ടുണ്ട്, എവിടെയോ നമ്മൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട്, എവിടെയോ നമ്മൾക്ക് തകരാറ് വന്നിട്ടുണ്ട്. തോന്നിവാസികളായി താന്തോന്നികളായി നമ്മൾ മാറിയോ? ഖുർആനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഹദീസിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഉസ്താദുമാരുടെ വാളുകൾ പുച്ഛത്തോടെ നമ്മൾ കാണുന്നുണ്ടോ? ഖുർആനിന്റെ ആയത്തുകളെ നിരാകരിക്കുന്നുണ്ടോ? അതിനെ ശ്രദ്ധിക്കാതെ അതിൽ നിന്നെല്ലാം ഭിന്നമായി അതൊക്കെ വെറുതെയാണ്, ഞാൻ എന്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്നുള്ള ചിന്തയിലേക്ക് എന്റെ ചെറുപ്പക്കാരാ
ചെറുപ്പക്കാരികളെ, നിങ്ങൾ എങ്ങാനും മാറിയാൽ വഅലുകൾ പറയുന്ന ഉസ്താദുമാർ അവർ വെറുതെ അങ്ങ് ബടായി വിടുകയാണ് എന്ന് തോന്നിയിട്ട് അവരൊക്കെ വെറുതെ പറയാണ്. അങ്ങനൊന്നും ഖുർആനിലില്ല, അങ്ങനെ ഒന്നും ഹദീസിലില്ല. ഞാനല്ലേ എന്റെ വസ്ത്രം തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ എന്റെ ഭക്ഷണം തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ എന്റെ സ്വാതന്ത്ര്യം തീരുമാനിക്കേണ്ടത്, ഇതിലെന്റെ ഉസ്താദുമാർ, ഇതിലെന്റെ ദീന്, ഇതിലെന്റെ ഖുർആൻ എന്ന് ചോദിക്കാൻ നിന്നാൽ ഇത് ഉസ്താദുമാർ അവരുടെ തീരുമാനം പറയുന്നതല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും അല്ലാതെ ഒന്നും നമ്മൾ പറയാറില്ല. അപ്പൊ ഇത് ഖുർആനും ഹദീസിൽ നിന്നും വിട്ടുനിന്നാൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, നിങ്ങളുടെ അധികാരം നിങ്ങളല്ലാത്ത ശത്രുക്കളെ ഏൽപ്പിക്കുമെന്നാണ്. ഫൗഖിദൂ ബഅല മാ ഫീ ഐദീഹിം, നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം പറിച്ചുകൊണ്ടവർ പോകുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് പറിച്ചു പോകും. ഫഅഖദൂ ബഅല മാ ഫീ ഐദീഹിം, നിങ്ങളുടെ പൗരത്വം, രജിസ്ട്രേഷൻ ഒക്കെ ചോദ്യം ചെയ്യപ്പെടും തന്നെയാണ് എന്റെ അർത്ഥം. മനസ്സിലായോ? അഞ്ചാമതായി പറഞ്ഞത് വമാലം തഹ്കും അഇമ്മതുഹും ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് വിധിക്കാതെ വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹ്, നാടിന്റെ ഭരണാധികാരികൾ, നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും, ശ്രദ്ധിച്ചോളൂ, നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും ഖുർആൻ അനുസരിച്ച് വിധിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യപ്രകാരം ഓരോ ആളുകൾക്ക് അനുകൂലമായി വിധിക്കാൻ തുടങ്ങിയാൽ, ഫത്വ ചോദിച്ചു വന്നു, മുതലാളിക്കൊരു തീരുമാനം, തൊഴിലാളിക്കൊരു തീരുമാനം, മസ്അല രണ്ടാണ്. പൈസക്കാരനൊരു മസല, പാവപ്പെട്ടവനൊരു മസല. നാട്ടിലുള്ള മുതലാളിക്കൊരു തീരുമാനം, നാട്ടിലുള്ള ഒരു പാവപ്പെട്ടവനൊരു തീരുമാനം. കല്യാണത്തിനെതിരെ വലിയ നിയമങ്ങൾ എഴുതി ആരെ? നമ്മുടെ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികൾ. എന്നിട്ട് മഹല്ലിലെ ഏറ്റവും വലിയ മുതലാളിയായ, സാമ്പത്തികമായി പള്ളിയെ സഹായിക്കുന്ന ഒരാളുടെ കല്യാണം വന്നപ്പോൾ വീഡിയോ ക്യാമറയുണ്ട്, പക്ഷേ നിയമത്തിലുള്ളത് വീഡിയോ ക്യാമറ പാടില്ല എന്നാണ്. എല്ലാവരും കണ്ണു ചെമ്മി, പള്ളിയുടെ ഉസ്താദും കണ്ണു ചെമ്മി, കമ്മിറ്റിക്കാരും കണ്ണു ചെമ്മി. പിറ്റേ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ ക്യാമറ ഉണ്ടായത്. അപ്പോഴേക്കും സടകുടഞ്ഞെഴുന്നേറ്റു ആളുകൾ. അതെന്താ ക്യാമറ, അതെന്താ പാട്ട്, അതെന്താ ഗാനമേള, അതെന്താ ഇവിടെ ദൂർത്തുണ്ടായത്? ഇതെല്ലാം മുഅ്മിനീങ്ങളെ, തീരുമാനം ഒന്നാണ്, നിയമം ഒന്നാണ്. ഓരോ ആളുകൾക്കനുസരിച്ച് തീരുമാനവും നിയമവും മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ വിധി എല്ലാവർക്കും തുല്യരാണ്. അത് മുതലാളിമാരായാലും കമ്മിറ്റിക്കാരായാലും പാവങ്ങളായാലും തൊഴിലാളികളായാലും തീരുമാനം ഒന്നാണ്, വിധി ഒന്നാണ്. ആ വിധിക്കെതിരെ പ്രവർത്തിച്ചവർ പുറത്താണ്, ആ വിധിക്ക് അനുകൂലമായി പ്രവർത്തിച്ചവരുള്ളിലാണ്. അല്ലാതെ പൈസക്കാരന്റെ സമ്പാദ്യമുള്ളവന്റെ മുതലാളിയുടെ പോക്കറ്റ് കണ്ടിട്ട് അവർക്ക് അനുകൂലമായൊരു വിധി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അനുകൂലമായൊരു വിധി, ഇങ്ങനെ തന്റെ ഇഷ്ടപ്രകാരം ഓരോ ആളുകൾക്കും സ്വജനപക്ഷത്തോടുകൂടി പക്ഷപാതിത്വം കാണിച്ച് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഉമറാക്കളും ഉലമാക്കളും ഉണ്ടായാൽ അത് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇല്ലാ ജഅലഹുല്ലാഹു ബഅസഹും ബൈനഹും, നിങ്ങൾക്കിടയിൽ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും, ഭിന്നിപ്പുണ്ടാകും. പരസ്പരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്ന തന്നെയായിരിക്കും, ഫസാദ് തന്നെയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തന്നെയായിരിക്കും സമയമുണ്ടാവുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒന്നാമത്തേത്, പരസ്യമായി തെറ്റ് ചെയ്യുകയോ ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുകയോ ചെയ്യാൻ പാടില്ല. തെറ്റുകൾ വന്നു പോയാൽ ഉടനെ അള്ളാഹിനോട് പറയുക. രണ്ടാമത്തേത് ഇവിടെ പറഞ്ഞത്, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞത്, സാമ്പത്തികമായി ക്രമക്കേട് കാണിക്കാൻ പാടില്ല, ഹറാമായത് തിന്നാൻ പാടില്ല, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അധികാരികൾ അക്രമികളാകും, ഭരണാധികാരികൾ അക്രമികളാകും, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും, ചെലവിന് തികയാത്തൊരവസ്ഥ വരും. മൂന്നാമതായി പറഞ്ഞത്, നിങ്ങൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ മഴ തരൂല. നാലാമതായി പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിന്റെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാറി നിന്ന് സ്വതന്ത്രമായി സ്വന്തം ഫത്വ പറഞ്ഞ്, സ്വന്തം മസ്അല പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീനിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു തആല ശത്രുക്കളുടെ പേരിൽ, ശത്രുക്കളുടെ കൈകളിൽ അധികാരം ചെലുത്തിയിട്ട്, അധികാരം നൽകിയിട്ട് നിങ്ങളുടെ കൈകളിലുള്ള എല്ലാ കാര്യങ്ങളും അവരെടുത്തു കൊണ്ടുപോകുമെന്ന്, നിങ്ങളെ കീഴടക്കി അടിമകളാക്കി വളർത്താൻ അവർ ശ്രമിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അഞ്ചാമത്തേത്, ഉമറാക്കളും ഉലമാക്കളും ഖുർആൻ അനുസരിച്ച് നീതിയോടുകൂടി തീരുമാനം പറയണം. അതല്ലാതെ തന്നിഷ്ടപ്രകാരം തീരുമാനം പറഞ്ഞ് പക്ഷപാതം കാണിച്ചാൽ അല്ലാഹു തആല അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുമെന്നും മുഹമ്മദ് മുസ്തഫ
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതേപോലെ മാറാ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, മക്കളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ആരുടെയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഈ മഹത്തായ മദ്രസയുടെ അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള വലിയൊരു സംരംഭമാണ്. ആ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ദുആക്ക് മുമ്പ് നൽകുക. ഒന്നിച്ച് നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ ഉപ്പമാരും ഉമ്മമാരും ഒക്കെയുണ്ട് ഇവിടെ. നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി തന്നെ അവരുടെ കബറിടങ്ങളെ സ്വർഗമാക്കാൻ, അവരുടെ കബറിടങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ കബറിടത്തിൽ നിന്ന് ശിക്ഷയെ ഉയർത്താൻ, ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകാൻ വേണ്ടി അവർക്ക് വേണ്ടി നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ട് നല്ല സാലിഹീങ്ങളായ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരുടെ കബറിടത്തിലുള്ള ശിക്ഷയെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന്, കബറിടത്തിലുള്ള ശിക്ഷയെ അല്ലാഹു മാറ്റിക്കളയുമെന്ന്, പാരത്രിക ലോകത്ത് നരകമാണെങ്കിൽ നരകത്തിൽ നിന്ന് വരെ അവർക്ക് മോചനം നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും വിചാരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരവരുടെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചെയ്ത് കബറിൽ ഇന്ന് ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ ഇന്നത്തെ ഈ രാത്രി കൊണ്ട് തന്നെ അവരുടെ കബറിടം സ്വർഗമാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയും. അവരുടെ കബറിടം വെളിച്ചമാക്കി മാറ്റാൻ കഴിയും. ആലോചിക്കണം, നമ്മുടെ ഉപ്പ എവിടെ കിടക്കുകയാണ്, നമ്മുടെ മാതാവ് ഇവിടെ കിടക്കുകയാണ്. അവര് പ്രയാസപ്പെടുന്ന സമയത്ത്, തീജ്വാലകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു തആല അത്ഭുതകരമായി ഇന്നത്തെ രാത്രി തന്നെ അവരുടെ കബറിടത്തെ സ്വർഗമാക്കി മാറ്റിക്കൊടുക്കുമ്പോ അവർ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, എങ്ങനെയാണ് എന്റെ കബറിടം മാറിയത്? ഇന്നലെ വരെ നരകതുല്യമായ യാതനകൾ സഹിക്കുന്ന എന്റെ കബറിടത്തിലേക്ക് ഇന്നെങ്ങനെയാണ് സ്വർഗത്തിന്റെ മനോഹരമായ സുഖങ്ങൾ കടന്നു വന്നത്, പരിമളം കടന്നു വന്നത്, സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിന്റെ മക്കള് ദുനിയാവിൽ വെച്ച് നിനക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, നിന്റെ സഹോദരിമാർ, നിന്റെ ചങ്ങാതിമാര് ദുആ ചെയ്തതാണ്. അപ്പോൾ അവർ എന്തൊരു ആത്മാർത്ഥതയോടുകൂടി അവർ ആ ഖബറിൽ നിന്ന് നമ്മെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കൂലേ? അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും വരാതിരിക്കാനും വേണ്ടി നല്ല ഒരു ഇഷ്ടപ്പെട്ട സംഖ്യ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ.